സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും വളരെ കോമൺ ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സർക്കിളും ഒരു ക്വാഡ്രിലാറ്ററലും തരുന്നു. അതിനുശേഷം ആ ക്വാഡ്രിലാറ്ററലിന്റെ നാലാമത്തെ മൂല വൃത്തത്തിലാണോ, വൃത്തത്തിന്റെ പുറത്താണോ, വൃത്തത്തിന്റെ ഉള്ളിലാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്, അതിനായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ആദ്യത്തെ ഈ ഫിഗറിൽ ഒരു സർക്കിൾ ഉണ്ട് അഥവാ ഒരു വൃത്തമുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജമുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 മൂലകളും അഥവാ 4 വെർട്ടെക്സുകളും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. ഈ 4 വെർട്ടിസസിന് നമുക്ക് എ, ബി, സി, ഡി എന്ന് നെയിം ചെയ്യാം. ഇങ്ങനെ 4 വെർട്ടെക്സുകളും സർക്കിളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർവശം വരുന്ന കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എയും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സിയും അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോണായ ആംഗിൾ ബിയും കൂട്ടിയാലും 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അതുപോലെ ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വെർട്ടെക്സ് അഥവാ ആ മൂല വൃത്തത്തിലാണ് എന്ന് പറയാം. ഇനി അടുത്ത ഫിഗറിൽ ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായി ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു വെർട്ടെക്സ് അഥവാ ഒരു മൂല മാത്രം എന്താണ്? സർക്കിളിന്റെ പുറത്താണ്. ബാക്കി 3 മൂലകളും അഥവാ 3 വെർട്ടെക്സുകളും വൃത്തത്തിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. നാലാമത്തെ മൂല മാത്രം സർക്കിളിന്റെ പുറത്താണ്. 4 മൂലകൾക്കും നമുക്ക് എ, ബി, സി, ഡി എന്ന് നെയിം ചെയ്യാം. ഇനി ഈ പുറത്തായ വെർട്ടെക്സും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിലെ ഒരു വെർട്ടെക്സ് വൃത്തത്തിന്റെ പുറത്താണ്, ഒരു വെർട്ടെക്സ് വൃത്തത്തിലുമാണ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ഉള്ളിലായി ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം വന്നിട്ടുണ്ട്. അതിലെ എ, ബി, സി ഈ 3 വെർട്ടെക്സുകൾ അഥവാ ഈ 3 മൂലകൾ വൃത്തത്തിലാണ്. ഡി എന്ന ഈ വെർട്ടെക്സ് അഥവാ ഈ മൂല മാത്രം സർക്കിളിന്റെ ഉള്ളിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടുന്ന സമയത്ത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ അതിലെ ഒരു വെർട്ടെക്സ് സർക്കിളിലും ഒരു വെർട്ടെക്സ് വൃത്തത്തിന്റെ ഉള്ളിലുമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് ചെയ്തു നോക്കാം. മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. Read the following statements about the picture on the right. C is inside the circle passing through A, B, D. A is outside the circle passing through B, C, D. B is on the circle passing through A, D, C. D is outside the circle passing through A, B, C. Now choose the correct answer from those given below. അതായത് ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. അതിന്റെ 4 വെർട്ടെക്സുകൾ എ, ബി, സി, ഡി എന്നിവയാണ്. അതിൽ കോൺ എ 100 ഡിഗ്രി ആണെന്നും ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്നും ആംഗിൾ സി 110 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാലാമത്തെ കോണ് കണ്ടുപിടിച്ചൂടെ? 360 ഡിഗ്രിയിൽ നിന്നും ആദ്യം ആംഗിൾ എ കുറയ്ക്കുന്നു, 100 ഡിഗ്രി കുറച്ചു. പിന്നീട് ആംഗിൾ ബി കുറയ്ക്കുന്നു, 90 ഡിഗ്രി കുറയ്ക്കുന്നു. പിന്നീട് ആംഗിൾ സി കുറയ്ക്കുന്നു, 110 ഡിഗ്രി കുറയ്ക്കുന്നു. എത്ര വരും? 360 - 100 260.
260 മൈനസ് 90 മൈനസ് 110 60 ഡിഗ്രി. അതായത് ആംഗിൾ ഡി എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യം. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ ക്വാഡ്രിലാറ്ററലിന്റെ ചുറ്റുമായി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി ഡി. അതായത് ആ സർക്കിൾ എ ബി ഡി ഈ 3 പോയിന്റിലൂടെ ടച്ച് ചെയ്താണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന വെർട്ടെക്സ് സർക്കിളിലാണോ, സർക്കിളിന്റെ ഉള്ളിലാണോ, പുറത്താണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ സർക്കിൾ പോകുന്നത് എ ബി ഡി എന്നീ 3 പോയിന്റിലൂടെയാണ്. അതായത് എ ബി ഡി എന്ന ഈ 3 വെർട്ടെക്സുകൾ അഥവാ ഈ 3 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എന്ന വെർട്ടെക്സ് എവിടെയാണ് എന്നാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യാറ്? സി എന്ന ആംഗിളിന്റെ അല്ലെങ്കിൽ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാണ്? എ അല്ലേ? അപ്പൊ നമ്മൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടി നോക്കും. ആംഗിൾ എ എത്രയാ? 100 ഡിഗ്രിയാണ്. ആംഗിൾ സി എത്രയാണ്? 110 ഡിഗ്രിയാണ്. 100 110 കൂട്ടിക്കഴിഞ്ഞാൽ 210 ഡിഗ്രി. 210 ഡിഗ്രി എന്നത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലല്ലേ? നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് വെർട്ടെക്സുകളിലെ ആംഗിൾസ് അഥവാ കോണുകൾ 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു വെർട്ടെക്സ് വൃത്തത്തിലാണെങ്കിൽ മറ്റേ വെർട്ടെക്സ് ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സ് എവിടെയായിരിക്കും? സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. അതായത് വൃത്തത്തിന്റെ ഉള്ളിലാണ് സി എന്ന വെർട്ടെക്സ്. ഇവിടെയും നമുക്ക് അത് തന്നെയാണ് തന്നിട്ടുള്ളത്. സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി ഡി. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്? എ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ബി സി ഡി. അതായത് സർക്കിൾ ബി സി ഡി ഈ 3 മൂലകളിലൂടെ നമ്മുടെ വൃത്തം പാസ് ചെയ്യുകയാണ്. അതായത് ബി സി ഡി എന്നീ 3 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ എ എന്നതിന്റെ പൊസിഷൻ ആണ്, എ എന്ന വെർട്ടെക്സിന്റെ പൊസിഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്റെ പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ടത് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ്. അതായത് ആംഗിൾ എയും ആംഗിൾ സിയുമാണ് നമുക്ക് എടുക്കേണ്ടത്. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ 210 ഡിഗ്രിയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 210 ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലല്ലേ? അതായത് ഈ എ സി ഈ 2 വെർട്ടെക്സുകളിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് സർക്കിളിലും ഒരു വെർട്ടെക്സ് സർക്കിളിന്റെ ഉള്ളിലുമായിരിക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സർക്കിൾ പാസ് ചെയ്യുന്നത് ബി സി ഡി എന്നീ 3 വെർട്ടെക്സിലൂടെയാണ്. അതായത് സി എന്ന വെർട്ടെക്സ് വൃത്തത്തിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ എന്ന വെർട്ടെക്സ് സർക്കിളിന്റെ ഉള്ളിലാണ്. എ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. പക്ഷെ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? എ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തേത് ബി ഈസ് ഓൺ ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ഡി സി. അതായത് നമ്മുടെ സർക്കിൾ അഥവാ വൃത്തം എ ഡി സി ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണ്. അതായത് എ ഡി സി എന്ന ഈ 3 വെർട്ടെക്സുകളും അഥവാ ഈ 3 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ബിന്റെ പൊസിഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ബി എടുക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സിന്റെ കോണ് അതേതാണ്? ബിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഡി ആണ്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടി നോക്കും. ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. ആംഗിൾ ഡി എത്രയാണ്? 60 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയും 60 ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 150 ഡിഗ്രിയാണ്. ഈ 150 ഡിഗ്രി എന്നത് 180 ഡിഗ്രിയേക്കാൾ ചെറുതല്ലേ? അതായത് ഈ ഒരു ഫിഗർ ആണ് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ആണ് 2 വെർട്ടെക്സുകൾ. ഇതിൽ ഒരു വെർട്ടെക്സ് സർക്കിളിലാണെങ്കിൽ മറ്റേ വെർട്ടെക്സ് സർക്കിളിന്റെ പുറത്തായിരിക്കും. ഇവിടെ നമ്മളോട് തന്നിട്ടുണ്ട് സർക്കിൾ പാസ് ചെയ്യുന്നത് എ ഡി സി ഈ 3 പോയിന്റിലൂടെയാണ്. എ ഡി സി എന്ന ഈ 3 പോയിന്റിലൂടെയാണ് സർക്കിൾ പാസ് ചെയ്യുന്നത്. അതായത് ഡി എന്നത് സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ബിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ബി എന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. അതായത് വൃത്തത്തിന്റെ പുറത്തായിരിക്കും.
കാരണം എന്താണ്? ആംഗിൾ ബിയും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഡിയും കൂട്ടിയപ്പോൾ നമുക്ക് 180 ഡിഗ്രിയേക്കാൾ കുറവാണ് കിട്ടിയത്. ഇവിടെ പക്ഷെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബീസ് ഓൺ ദ സർക്കിൾ, അതായത് എ ഡി സി എന്ന 3 വെർട്ടെക്സിലൂടെ സർക്കിൾ പാസ് ചെയ്യുന്ന സമയത്ത് ബി എന്ന് പറയുന്നത് സർക്കിളിലാണ് എന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി സി. അതായത് സർക്കിൾ പാസ് ചെയ്യുന്നത് എ ബി സി ഈ 3 വെർട്ടെക്സ് അഥവാ ഈ 3 മൂലകളിലൂടെയാണ് സർക്കിൾ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി എന്നത് സർക്കിളിന്റെ പുറത്താണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഡിന്റെ പൊസിഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ആംഗിൾ ഡി എഴുതുന്നു. അതിനുശേഷം അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി. ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിക്കഴിഞ്ഞാൽ 150 ഡിഗ്രി ആണെന്ന് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 150 ഡിഗ്രി എന്നത് 180 ഡിഗ്രിയേക്കാൾ ചെറുതല്ലേ? അതായത് ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയപ്പോൾ നമുക്ക് 180 ഡിഗ്രിയേക്കാൾ ചെറുതാണ് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബി എന്ന വെർട്ടെക്സോ ഡി എന്ന വെർട്ടെക്സോ ഏതോ ഒന്ന് സർക്കിളിലും രണ്ടാമത്തെ വെർട്ടെക്സ് സർക്കിളിന്റെ പുറത്തുമാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ബി സി എന്ന വെർട്ടെക്സിലൂടെയാണ് സർക്കിൾ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി എന്നത് സർക്കിളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന വെർട്ടെക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡി എന്നത് സർക്കിളിന്റെ ഔട്ട്സൈഡ് അഥവാ പുറത്തുള്ള പോയിന്റ് ആണ്. ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലും എന്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്? ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി സി. എ ബി സി എന്ന 3 പോയിന്റിലൂടെ അഥവാ 3 വെർട്ടെക്സിലൂടെ സർക്കിൾ പാസ് ചെയ്യുന്ന സമയത്ത് ഡി എന്നത് ഔട്ട്സൈഡ് ആണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം.